അടിയിൽ നമ്മൾ പോളിഫോം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു കട്ടി ഉണ്ടാവും, അടിവശത്ത് ഒരു കട്ടിപ്പ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഡിഫറെന്റ് കളേഴ്സില് ഡിഫറെന്റ് എന്താ പറയാ ഡിസൈൻസില് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു ഡിസൈൻ പോയി കഴിഞ്ഞ് ചിലപ്പോൾ അത് തന്നെ സെയിം അങ്ങനെ കിട്ടത്തില്ല നമുക്ക്. നമ്മൾ ഇതുപോലെ ഒരു ബോർഡ് ആക്കിയാണ് ഷോപ്പുകാർക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് വന്നേക്കുന്നത്. പ്ലെയിനും ഉണ്ട് കേട്ടോ, അതിന്റെ ഇടയിൽ ഒരെണ്ണം വെച്ച് പ്ലെയിൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആറെണ്ണം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചാർലി മെറ്റീരിയൽ വെച്ചിട്ടുള്ള കോയിൻ പൗച്ചസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് സെയിം കോയിൻ പൗച്ചസ് തന്നെ, പക്ഷെ നമ്മുടെ എംബ്രോയിഡറി ചെയ്ത ജീൻസ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള കോയിൻ പൗച്ചസ് ആണ്. ഇപ്പൊ സിബും റണ്ണറും ലൈനിങ് പീസ് എല്ലാം സെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ ഇതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എംബ്രോയിഡറികളായിരിക്കും. കണ്ടില്ലേ,